മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, കവി പാടിയ വാക്യം നമ്മൾ ഏവരും ഏറ്റുപാടുന്ന ഏറ്റുപറയുന്ന ഒരു കാര്യം. തീർച്ചയായും പഴകും തോറും വീഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള വീര്യമേറുന്നു എന്ന് പറയുന്നത് പോലെയാണ് പഴകും തോറും ഏറ്റവും മധുരമുള്ളതായി മാറുന്നത്. അതിപ്പോൾ കൈപ്പുള്ള മധുരമായാലും മധുരമുള്ള മധുരമായാലും അങ്ങനെ മാറുന്നത് ഓർമ്മകൾക്കാണ്. ഓരോ ദിവസം നമ്മൾ ഇന്ന് അകന്നു പോകും തോറും ആ ദിവസങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും മധുരമുള്ള ഓർമ്മകളായി മാറും, അല്ലെ? ചില ഓർമ്മകൾ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ മാത്രമേ ഓർക്കാൻ സാധ്യമാവുകയുള്ളൂ. മറ്റു ചില ഓർമ്മകളെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരു നോവുള്ള ഓർമ്മയായി നമ്മളിലേക്ക് അതെത്തും. ചിലപ്പോൾ നമ്മുടെ കണ്ണുകളെ ഈർന്നണിയിക്കും. എന്തായാലും ഓർമ്മ എന്ന് പറയുന്നത് ഓർമ്മ തന്നെയാണ്, മെമ്മറീസ്. നമുക്കൊക്കെ ജീവനുള്ളിടത്തോളം കാലം നമുക്കൊക്കെ ഓർമ്മകളും ഉണ്ടാകും. അതായത് പഴയ ഓർമ്മകൾ, നൊസ്റ്റാൾജിക് ഓർമ്മകൾ എന്ന് പറയുന്നത് പോലെ. ചില ഓർമ്മകൾ ഞാൻ ഈ പറഞ്ഞ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ കൂടെയാണ് കേട്ടോ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നും നമുക്ക് നൊസ്റ്റാൾജിയാണ്, അല്ലേ? ഇനി നമ്മളുമായി ഏറ്റവും അധികം അടുത്ത് നിന്നൊരു വ്യക്തിയുമായിട്ട് നമ്മൾ ചെലവഴിച്ച സമയങ്ങൾ വർഷങ്ങൾക്കിപ്പുറം ചിന്തിക്കുമ്പോൾ അത് ഏറ്റവും മധുരമുള്ള ഓർമ്മയാണ്. അയാൾ തന്ന സന്തോഷങ്ങളും അയാൾ തന്ന വേദനകളും, അത് എക്സോ വൈ എന്തോ ആട്ടെ. അതായത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടാണ്. നമ്മളൊക്കെ ജീവനോടുള്ളിടത്തോളം കാലം ഓർമ്മകൾ ജീവനോടെ ഉണ്ടാവും. ഓർമ്മകൾക്ക് മരണമില്ല. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിനങ്ങളെയും ഏറ്റവും മധുരമുള്ള ഓർമ്മകളാക്കി നമ്മൾ മാറ്റുക. കാരണം വരുംകാലത്ത് ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അധികം കരച്ചിലുണ്ടാക്കാത്ത ഓർമ്മകൾ വേണം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കാൻ. എങ്കിൽ മാത്രമേ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഓർമ്മകൾ ഏറ്റവും മധുരമുള്ളതായി മാറുകയുള്ളൂ. അപ്പോൾ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ വിട പറയുകയാണ്. വീണ്ടും നമ്മൾ കേട്ടുമുട്ടും. മറ്റു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെ ആയി. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കേട്ടുമുട്ടുമ്പോൾ നമ്മൾ പോകുന്നത് വാലന്റൈൻസ് ഡേ വീക്കിലൂടെയാണെന്നറിയാം, അല്ലേ? അപ്പോൾ അന്നും ഒരുപാട് വിശേഷങ്ങളുമായി തന്നെയായിരിക്കും ഞാൻ എത്തുക. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഗന്ധത്തിനെയും നേരുന്നതോടൊപ്പം സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.